വിഷ്ണു വിഷ്ണു അല്ല വിഷാരടി വിഷാരടിയോ? വിഷാരടി വിഷ്ണു. ആ പറ. ഞാൻ പറയണത് നിങ്ങൾ എനിക്ക് ആ ഞാൻ സാമ്പത്തികമായിട്ട് നല്ല ടൈറ്റില്ല. ഒരാൾ ടൈറ്റിലാണെന്ന് പറയുമ്പോൾ കൈയടിക്കാൻ മാത്രം എന്തിവിടെ ഉണ്ടായത്? അങ്ങനെയാണ് ചെയ്യേണ്ടത്. വിഷാരടിക്ക് അറിയോ എന്താ? നിങ്ങളുടെ ഫാമിലി ആയിട്ട് അപ്പനപ്പന്മാരായിട്ട് സാമ്പത്തിക മാന്ദ്യമുള്ളവരാ. ആ എനിക്ക് സ്വന്തമായിട്ട് നാട്ടിൽ ഒരു ജോലി എടുക്കാനുള്ള അവസ്ഥയില്ല. എനിക്കറിയില്ല ഒരു പണി. ആ, അതറിയാവുന്നത് പാട്ടും ഈ ഡാൻസും ഇതൊക്കെ ഉള്ളു. അതിവിടെ അവസരം തന്നൂല നിങ്ങൾ. അത് ഈ അറിയാത്ത സാധനങ്ങൾ അറിയൂന്ന് വിചാരിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ലോണൊക്കെ എടുത്തൊരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കും. എന്ത് ലോൺ എടുക്കും? ഞാൻ എന്തും പറഞ്ഞ ലോൺ എടുക്കാൻ എന്തെല്ലാം ലോണുകൾ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ വെറുതെ ഒരു ലോൺ എടുത്തൊരു പശുവിനെ വളർത്തിയപ്പോലും പൈസ കിട്ടുമല്ലോ. പശുവിന്റെ കാര്യം ക്ഷീര കർഷകൻ പശുവിന്റെ കാര്യം മാത്രം ഇവിടെ പിഷാരായിട്ട് സംസാരിക്കാൻ തന്നോട് അറിയാമോ? ഞാൻ പശുവിനെ വളർത്തിയ ആളാ. എന്നിട്ട് അനുഭവം ഉണ്ട് എനിക്ക്. വിഷ്ണു കേൾക്കണം. ഞാൻ ഒരിക്കലും ഒരു പശു കുഞ്ഞിനെ മേടിച്ച് ഒരു ക്ലാവനെ വീട്ടിൽ മേടിച്ച് വളർത്തി. നല്ല രീതിയിൽ വളർന്ന് നല്ല തക്കിടി മുടനായിട്ട് വളർന്നാട് വന്ന് വളർത്തി നല്ല പൊന്നു പോലെ വളർത്തി കൊന്ന് വലുതാക്കി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മോളെ ഈ പശു കയറും പൊട്ടിച്ചൊരു ഒറ്റ ഓട്ടമാണ്. അയ്യോ, എനിക്ക് വിടാൻ പറ്റുമോ വിഷ്ണു? നമ്മൾ ഹോമനിച്ച് വളർത്തുന്ന പശു അല്ലേ? ഞാൻ പുറകാണ്ട് ഓടി വെച്ചു പിടിച്ചിൻ്റെ. ഇത് ഓട്ടം ഇത് ഓടി നമ്മുടെ ഇടുക്കി കഴിഞ്ഞിട്ട് കമ്പം തേനി വഴി ഓടേണ്ട സാധനം പിടിച്ചെടുക്കാൻ പറ്റണില്ല. ഞാൻ പുറകെ ഓടി പൊന്നുപോലെ വളർത്തണേന്ന് ഓർക്കണം കേട്ടാ. ഓടി ഇത് തമിഴ്നാട്ടിൽ ചെന്ന് തമിഴ്നാട്ടിലിട്ട് ഞാൻ ഈ പശുവിനെ പിടിച്ച്. പിന്നെ അങ്ങോട്ട് ഓടി പോയ വിട്ട് പശുവിനെ കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് ഓടിപ്പോരാൻ പറ്റൂല. അതിൻ്റെ പേരിൽ ഒരാപ്പയും വിളിച്ച് ഞാനിങ്ങോട്ട് പോന്നു. പശുവിനെ കൊണ്ടുവന്ന് പശുവിനെ കൊണ്ടുവന്നില്ല. അതെന്ത് പറ്റി? പശുവിനെ എനിക്ക് കൂടെ ആപ്പയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലോ എന്ന് വെച്ചേ പൈസ വേണ്ടേ? ഈ പശുവിനെ ഞാനവിടെ വിറ്റിട്ട് ഞാൻ ആപ്പക്കേട് പോന്നു. ചേട്ടൻ ഇവിടെ നിന്ന് ഓടി തമിഴ്നാട്ടിൽ പോയി പശുവിനെ പിടിച്ച് വിറ്റിട്ട് ആപ്പേക്ക് വന്നു. എൻ്റെ പൊന്നു പോലുള്ള പശു ഇപ്പം നല്ല രീതിയിൽ വളരണുണ്ടാവില്ലേ? അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കൃഷി ചെയ്തൂല? വല്ല മീൻ വളർത്തലൊക്കെ നടത്തിക്കൂടെ ചേട്ടന്? മീൻ വളർത്തൽ എങ്ങനെ നടത്താനാണ് വിഷ്ണു? എന്താ പറയണ? വേറെ നിങ്ങൾക്ക് ഇതൊന്നും വയ്യെങ്കിൽ പിന്നെ എന്ത് തരം ലോണാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്തിനുള്ള ലോണാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പൊ ആരും ചെയ്യാത്തൊരു സംഭവം ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അത് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ആരും കൈവെക്കാത്തൊരു സ്ഥലത്താണ് ഞാൻ കൈവെക്കാൻ പോണത്. അല്ലേ? എനിക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. എനിക്കത് യൂട്യൂബിൽ ഇടണം. പൈസ ഉണ്ടാക്കണം. അതിന് പറ്റിയ എന്തെങ്കിലും ലോൺ ആരും ചെയ്തിട്ടില്ല. ആരും ചെയ്തിട്ടില്ല. അതിന് പറ്റിയ ലോൺ ഒട്ടും കോമ്പറ്റീഷനും ഇല്ല യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ.